ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് ഹൗസിലുള്ള ജാസ്മിനും ഗബ്രിയും പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതൽ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഗബ്രിയും ജാസ്മിനും വളരെയധികം അടുത്തിടപഴകി നടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ അകത്തും പുറത്തും ഉണ്ടാവുകയും പിന്നീട് ജാസ്മിൻ്റെ വാപ്പ വിളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതിനുശേഷം 2-3 ദിവസം ജാസ്മിൻ കരഞ്ഞു വിളിച്ച് നടക്കുന്നതും ഗബ്രിയായിട്ട് ഒരു കയ്യകലം സൂക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ ഇവർ രണ്ടാളും തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇന്നലത്തെ നൈറ്റ് ലൈവ് ഒക്കെ കണ്ടവർക്ക് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കുന്നു, പിടിച്ചു കളിക്കുന്നു, ഓടിത്തൊട്ട് കളിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കുന്നു, രണ്ടുപേരും മൈക്ക് ഊരി വെച്ച് പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ വളരെ ഒരാൾക്ക് ചോറ് വാരി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനുകളൊക്കെ പഴയ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു പഴയതിലും ശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഇപ്പോൾ ഇവർ അതിനുള്ളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് സഹിച്ചോളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അത് ഇന്നലെ ശ്രീരേഖയുമായിട്ടുള്ള ആ വഴക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശ്രീരേഖ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞാൽ തലേ ദിവസം ശ്രീരേഖനെ അവിടുന്ന് മാറ്റാൻ ശ്രമിച്ചു. ഗബ്രിയുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ശ്രീരേഖയുടെ ബെഡിൽ നിന്ന് ശ്രീരേഖനെ മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ശ്രീരേഖയുടെ കംപ്ലൈന്റ്. അപ്പൊ അതിന് ഇവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുന്നു, ഇവര് പിന്നെ യമുനയും ശ്രീരേഖയൊക്കെ കൂർക്കം വലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയാണ് ശ്രീരേഖ വർത്താനം പറഞ്ഞത്. കൂർക്കം വലിയൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവുന്നതാണ്, അതൊന്നും സഹിക്കാൻ വയ്യാത്ത ആൾക്കാർ ഇവിടെ വരരുത്, നിങ്ങളിവിടെ ഇക്കാക്കി ഇത്താത്തയും കളിക്കാൻ വന്നതല്ലേ, നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ രാത്രി കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ച് ശ്രീരേഖ വഴക്കുണ്ടാക്കുന്ന ഭൂരിഭാഗം ഹൗസ് മേറ്റ്സിനും ഇതേ അഭിപ്രായമാണ്. കാരണം ഇവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഇരിക്കണം, ഒരുമിച്ച് നടക്കണം, ഒരുമിച്ച് കിടക്കണം എന്നുള്ളൊരു ലൈനാണ്. ഗബ്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പുരുഷന്മാരുമായിട്ട് അധികം അടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഡേ 1 മുതൽ ഇത്രയും ദിവസമായിട്ടും ഗബ്രി ആ ഹൗസിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു പുരുഷ സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് മെയിൽ കണ്ടസ്റ്റൻസുമായിട്ടോ കൂടുതലായിട്ട് ഒരു സോഫയിൽ ഇരുന്നിട്ടോ അവരുടെ അടുത്ത് പോയി ഒരു ബെഡിൽ ഇരുന്നിട്ടോ ഏതെങ്കിലും ഒരു കോർണറിൽ ചെന്ന് ഇരുന്നിട്ടോ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അധികവും ഈ ലേഡീസിന്റെ അടുത്താണ് ഇദ്ദേഹം ഇടപെടുന്നത്. പെണ്ണുങ്ങൾ എവിടെ ഉണ്ടോ അവിടെ, ഇപ്പോൾ റസ്മിനായാലും ജാസ്മിനായാലും അങ്ങേർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ എവിടെ ഉണ്ടോ അവിടെ ചെന്ന് ഇരുന്നിട്ട് സ്ത്രീകൾ, പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എവിടെ ഉണ്ടോ അവിടെ ചെന്ന് വർത്താനം പറഞ്ഞ, അല്ലാത്തവരായിട്ട് കമ്പനി വയ്ക്കുന്നില്ല. പ്രധാനമായിട്ടും ജാസ്മിനിലേക്ക് ഒതുങ്ങിപ്പോയി ഗബ്രി. പിന്നെ റസ്മിന് അങ്ങോട്ട് ചെന്നിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും റസ്മിനോട് ഇടപഴകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൗസിനുള്ള എന്തെങ്കിലും കാര്യം വരുമ്പോഴൊക്കെ ഓടി വന്ന് വർത്താനം പറയുകയും വഴക്കുണ്ടാകുമ്പോൾ ഇടയിൽ കയറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയുള്ള മറ്റ് മെയിൽ കണ്ടസ്റ്റൻസുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ ഒരു താല്പര്യം ഗബ്രി പലപ്പോഴും കാണിക്കുന്നില്ല. അത് ഡേ 1 മുതലുള്ള കാര്യം ഇന്ന് വരെയുള്ള കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാൾക്കും ഇങ്ങനെ കോംബോ കളിച്ച് നടക്കാനാണ് താല്പര്യം, അത് തന്നെയാണ് താല്പര്യം എന്നുള്ളത് രണ്ടുപേരും തെളിയിച്ചു. അതിനി നിങ്ങൾ നെഗറ്റീവായി എടുത്താലും പോസിറ്റീവായി എടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ശ്രീരേഖയോട് ജാസ്മിൻ പറഞ്ഞു. നിങ്ങൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിക്കുന്നുണ്ടല്ലേ എന്ന് ശ്രീരേഖയോട് ചോദിക്കുന്നു. ശ്രീരേഖയ്ക്ക് എന്ത് ഫ്രസ്ട്രേഷൻ അടിക്കാനാണ്? ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നാട്ടുകാരെ എത്ര കാലം വിഡ്ഢിയാക്കാൻ കഴിയും? ഇത് അവരുടെ ഒരു ആവശ്യമാണ്, ഇത് ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഒരു ആവശ്യമാണ് ഈ കോംബോ പിടിക്കുക എന്നുള്ളത്. കാരണം ഇത് കുറേ കഴിയുമ്പോൾ ആളുകൾ, ഇവർക്ക് തന്നെ അറിയാം ഇതിങ്ങനെ വെറുപ്പിച്ച് ആളുകളുടെ മനസ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങും എന്നുള്ളത് ഇവർക്ക് അറിയാം. അത് തന്നെയാണ് ഇവരുടെ സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം തന്നെ ജാസ്മിനോടുള്ള ആ പഴയ ദേഷ്യം കുറേയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഈ കോംബോ രാത്രി ലൈവായിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. കാരണം അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അവർ ജെന്യൂൻ ആയാലും ഫേക്ക് ആയാലും വിരോധം എങ്ങനെയുള്ള സീനുകളൊക്കെ കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഗെയിമല്ലേ, ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ ജാസ്മിൻ ഇതൊക്കെ ചെയ്യുന്നത്, ചെയ്തോട്ടെ, നിങ്ങൾക്കൊക്കെ എന്താ, നിങ്ങൾ എന്തിനാ സദാചാര കമ്മിറ്റി ചമയുന്നതെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജാസ്മിനും ഗബ്രിയും ഈ നാടകം അവിടെ കളിക്കുന്നത്. അത് അവരുടെ ആവശ്യമാണ്, അവർക്ക് അതിനുള്ളിൽ നിലനിൽക്കാൻ അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ കോംബോ പലരിലും ദേഷ്യം ഉണ്ടാക്കുന്നു, ഹൗസ് മേറ്റ്സിൽ പലരിലും ദേഷ്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവരെ ഇറിറ്റേറ്റിപ്പിക്കാനുള്ള ഉദ്ദേശം കൂടി ഉണ്ട് ഇവരുടെ കോംബോ കൊണ്ട്. ഇവരിത് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് ഇവരുടെ ഈ ആവശ്യങ്ങളൊക്കെ അനാവശ്യമായിട്ടാണ് തോന്നുന്നത്.
തോന്നുന്നത്. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഹൗസ് മേറ്റ്സിലും അതൊരു അയ്യേ എന്നുള്ളൊരു ചിന്താഗതി, പുറത്ത് കുറേ ഭൂരിഭാഗം പേരിലും അയ്യേ എന്ന ചിന്താഗതി. പക്ഷെ അവരത് മനഃപൂർവ്വം ചെയ്യുന്നതെന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ ഇവർക്ക് അറിയാം, ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ട്, ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് അലോ ചെയ്യില്ല പറയും എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷേ എല്ലാവരുടെയും അറ്റൻഷൻ തങ്ങളുടെ മേലെ വന്ന് വീഴണം എന്നുള്ള ഉദ്ദേശത്തിൽ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി അത്രയധികം ഇൻറ്റിമേറ്റ് സീനുകൾ അവർ തകർത്ത് അഭിനയിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ.